ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഗായ്സ് ഞാൻ ഉറക്കത്തിൽ നീച്ചിരിക്കുകയാണ്. ഞാൻ ബ്രഷൊക്കെ ചെയ്തിട്ടുണ്ട് ഗായ്സ്. ഇനി നമുക്ക് വേഗം പോയിട്ട് മുടി കെട്ടണം, അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് മുടി കെട്ടാം. അപ്പോൾ ഗായ്സ് നമുക്ക് ആദ്യം തന്നെ ചെറുപ്പ് കണ്ടുപിടിക്കാം ഗായ്സ്. ഈ ചെറുപ്പ് കണ്ടുപിടിക്കാൻ നമുക്ക് നല്ല പഠനം ഒരു സാധനം എടുത്താൽ അത് വെച്ചെടുത്ത് വെക്കില്ല. അപ്പോൾ ഗായ്സ് നമുക്കിനി വേഗം തന്നെ നമ്മളെ പണ്ണെടുക്കാം. നല്ല ചുരുണ്ടിക്കണ ഗായ്സ്, കാരണം നമ്മളിങ്ങനെ ഉറങ്ങുമ്പോഴൊക്കെ നമുക്ക് വേഗം തന്നെ നമ്മുടെ മുടി വാഴ. എനിക്ക് മുടി വാഴുന്നതിന് അങ്ങനെ മടിയില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ മുടി ആദ്യം ഒരു വലിയ ലോങ് ഹെയർ ആയിരുന്നു, നല്ല ചുരുണ്ടിട്ടായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടമായിരുന്നില്ല ആ മുടി. അപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്ത് നോക്കി, അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്കിത് ഈ ഹെയർ സ്റ്റൈൽ ചെയ്യലുണ്ട് എല്ലാവരും പറഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ ഞാൻ വലുതാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. സ്ട്രെയിറ്റായി വളർന്നാലോ ചിലപ്പോൾ എനിക്ക് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇനി മുടി കെട്ടാം. അങ്ങനെ നമ്മൾ മുടി കെട്ടുകയാണ് ഗൈസ്. എനിക്കിങ്ങനെ ഹൈ പോണി കെട്ടാൻ അറിയില്ല, എനിക്കിങ്ങനെ ചെറുതായിട്ട് കെട്ടിയാണ് അറിയുള്ളൂ. ഇനി നമുക്ക് വേഗം തന്നെ നമ്മളെ ചെറുപ്പുറത്തേക്ക് തിരിച്ച് എടുത്ത് വയ്ക്കാം ഗായ്സ്. ഞാനിവിടെ വയ്ക്കൽ. ഇനി നമുക്ക് അൽമാറ അടയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് ബ്യൂട്ടീഷ്യൻ ചെയ്യാം. ബ്യൂട്ടീഷ്യൻ എല്ലാം അങ്ങനെ ഒന്നൊന്ന് കാട്ടിക്കൂട്ടാം. അതുകൊണ്ട് നമ്മൾ ചട്ടിനിയും പിന്നെ നമ്മൾ ഇഡ്ഡലിയും റെഡി ചെയ്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് അത് തിന്നാം. അപ്പോൾ ഞാൻ അമ്മയുടെ ആദ്യം വെള്ളം ചോദിച്ചു, അങ്ങനെ വെള്ളം കുടിക്കാൻ. അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വരും ഗായ്സ്. രാവിലെ നീച്ചിട്ട് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ അത്ര ഹവേഴ്സ് നമ്മൾ വെള്ളം കുടിക്കാൻ നിൽക്കല്ലേ. ഇനി നമുക്ക് വേഗം തന്നെ നമ്മളെ ഇഡ്ഡലി തിന്നണം, എന്തെങ്കിലും തിന്നണം. ഇനി നമുക്ക് കുറച്ച് നേരം പിന്നെയും നല്ല ബ്യൂട്ടീഷ്യൻ ചെയ്യാം. ഇനി നമുക്ക് വേഗം പോയിട്ട് നമ്മളെ ഊഞ്ഞാലമ്മ ഇരിക്കാം. പോത്തിൻ്റെ പോലെ ഞാൻ പോത്തന്നെയാണ് എന്നാലും ഞാനിങ്ങനെ ഊഞ്ഞാലമ്മ പോത്തായി ഞാനും ഊഞ്ഞാലമ്മ ആയിട്ടാണ്. ഇതിൻ്റെ ചെറുപ്പത്തിലത്തെ ഊഞ്ഞാലയാണ് ഗൈസ്. എൻ്റെ ഉറക്കാനൊക്കെ വേറൊരു ഊഞ്ഞാലയാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഈ ഊഞ്ഞാലയാണ് ഇഷ്ടം ഗൈസ്. ഇത് പിന്നിലൊരു ഇരുത്താനും പിന്നെ മുമ്പിൽ വീഴാതിരിക്കാൻ വേണ്ടി ഹാൻഡിലൊക്കെ ഒരാൾക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഭാവം തിരിച്ചു വന്നു. ഇനി വാ നമുക്ക് വേഗം തന്നെ പോയിട്ട് സോഫമ്മ കുറച്ച് ഒന്ന് തുള്ളി കളിക്കാം. ഓക്കെ, ഈ സോഫമ്മ തുള്ളി കളിക്കൽ ഈ ഒരു സോഫയാണ്, പുതിയ സോഫയാണ്, കുറച്ചായിട്ടുള്ളൂ വാങ്ങിയിട്ട്. നല്ല ബൗൺസി സോഫയാണ്. നമുക്ക് കുറച്ച് ബൗൺസി ആയി ചാടി കളിക്കാം. ജിങ്ക് ചിക്ക ജിങ്ക് ചിക്ക ജിങ്ക് ചിക്ക ജിങ്ക് ചിക്ക. എനിക്ക് ഈ സോഫയാണ് ഗൈസ് നല്ല ഇഷ്ടം. എനിക്ക് ഈ സോഫ വളരെ ഇഷ്ടമായിട്ടുള്ള സോഫയാണ് ഗൈസ്. ഞാൻ എപ്പോഴും ചാടി കളിക്കുന്നുണ്ട്. നമുക്ക് വേഗം തന്നെ പോയിട്ട് സൈക്കിൾ ഓടിക്കാൻ വേണ്ടി പോവാം. അപ്പം നമുക്കാദ്യം ചെരുപ്പിടാൻ. എനിക്ക് അറിയില്ല ഇവിടെ നല്ല വോയിസ് ഉണ്ട്, ഡിസ്റ്റർബൻസ് ഉണ്ട് എന്നൊക്കെ. ഇവിടെ എല്ലാവരും ഒച്ച ഉണ്ടാക്കിക്കൊണ്ടാണ് പറഞ്ഞ് കേൾക്കില്ല ഗൈസ്. നമുക്ക് വേഗം തന്നെ പോയിട്ട് സൈക്കിൾ ഓടിക്കാൻ വേണ്ടി പോവാം. അങ്ങനെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഇതാണ് അവസ്ഥ. കുറച്ച് പേരുണ്ട് ആ ഭാഗത്ത്, പക്ഷെ ഞാൻ ഈ ഭാഗത്ത് കളിക്കില്ല. നമുക്ക് ഇതാണ് ഗൈസിൻ്റെ ഒരു പിന്നക്ക് വഴിയിൽ പറഞ്ഞാൽ. ഓക്കെ, ഇതാണ് എൻ്റെ സൈക്കിൾ ഗൈസ്. നമുക്ക് ഇനി സൈക്കിൾ ഓടിക്കാമല്ലോ. അപ്പോൾ ഗൈസ് എനിക്ക് ഈ സൈക്കിൾ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ വാങ്ങി തന്നാണ്. എനിക്ക് സർപ്രൈസായിട്ട് എൻ്റെ കണ്ണിനൊരു അസുഖമുണ്ട്. അപ്പോൾ ആ അസുഖം കാണിക്കാൻ വേണ്ടി പോയപ്പോൾ എനിക്ക് തിരിച്ച് വരുമ്പോൾ വാങ്ങി തന്നൊരു സൈക്കിളാണിത്. അപ്പോൾ ഒരു റൗണ്ട് അടിക്കാം. ഞാൻ ഇത്ര റൗണ്ടിൽ അടിച്ചിട്ട് കേട്ടോ, ഞാൻ കുറേ അടിച്ചിരിക്കുന്ന റൗണ്ട്, കുറേ നേരം സൈക്കിളും അടിച്ചിരിക്കണം. ഇനി അതിനുശേഷം നമുക്ക് വേഗം തന്നെ പോയിട്ട് കുറച്ചൊരു ബാക്കിൽ പോവാം. ഇനി പൂക്കളൊക്കെ ഞാൻ കാണിച്ചില്ല ഗൈസിൻ്റെ പുറത്ത് വിട്ടിട്ട് പൂക്കൾ. അപ്പോൾ ഇങ്ങനത്തെ പിങ്ക് ഉണ്ട് എനിക്ക്, പിന്നെ റെഡും ഉണ്ട് ഗൈസ്, ഇങ്ങനത്തെ റെഡ്. പിന്നെ ഇവിടെ ഫുള്ള് ചെടികളെന്നൊക്കെ പറയാം. ഇതെന്ത് ചെടിയാണെന്നൊക്കെ അറിയില്ല. അതിന് ശേഷം വരുന്നത് ഇതെന്ത് ചെടിയാണ്, കൂവാവ ചെടിയോ എന്തോ ആയിട്ടുള്ളൊരു ചെടിയാണ്, എനിക്കറിയില്ല. പക്ഷേ ഇത് റോസാപ്പൂവാണ് ഗൈസ്. മുള്ളുണ്ടാവും, പതുക്കെ എടുത്ത് നോക്കണം. നല്ല മണമുണ്ട് ഗൈസ്, സൂപ്പറാണ് ഗൈസ്. നമുക്ക് ഇതെന്താ, ഇതാണ് ഗൈസ് എൻ്റെ അടക്കാപ്പഴം മരം. അടക്കാപ്പഴത്തിൻ്റെ മരമാണിത്. ഇതൊക്കെ ചെടിയോളെന്ന് പറയാം, എല്ലാം പിന്നെ പാടൊന്നും പറയാറില്ല. അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി നമുക്ക് വേഗം തന്നെ വീടിൻ്റെ ഉള്ളിൽ തന്നെ കയറണം. പക്ഷേ ചാട്ടക്കളി തുടക്കം മാത്രമായിട്ടുള്ളൂ, അവസാനമായിട്ടില്ല കേട്ടോ. നമുക്ക് ചാട്ടക്കളി പിന്നെയും ചെയ്യാം ഗൈസ്. ഇതാണ് എൻ്റെ ബെഡ്. ആ ബെഡിൻ്റെ അവിടെ നിൽക്കുന്നതാണ് എൻ്റെ സ്ലീപ്പിംഗ് മാസ്ക്, ആ ബ്ലൂ കളർ. നമുക്ക് കുറച്ച് നേരം ചാടി കളിക്കാം ഗൈസ്. ജിങ്ക് ചിക്ക ജിങ്ക് ചിക്ക ജിങ്ക് ചിക്ക ജിങ്ക് ചിക്ക ജിങ്ക് ചിക്ക ജിങ്ക്. അങ്ങനെ ഗൈസ് ചാടിക്കളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ പോയിട്ട് കണ്ണാടിയെ വന്ന് നോക്കാം. അത് ഗൈസ് ഇത് ഞാൻ വരച്ചാണ്, ഞാനത് കാണിക്കുന്നില്ല. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക ഗൈസ്. ഞാനിപ്പം എന്താ പറയുക, ഇപ്പോൾ പുതിയൊരു ചാനലാണ് ഗോൾഡൻ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞപ്പോൾ ബൈ.